പാറ്റ്നയിലെ ഉച്ചകോടി വളരെ ഗംഭീരമായിട്ടുള്ള വിജയമായിരുന്നു. അവിടെ ഭാരതീയ മസ്ദൂർ സംഘവും സംസ്ഥാന സർക്കാരും ഒരുമിച്ചാണ് ആ പരിപാടി നടത്തിയത്. പൊതുവെ പ്രതിപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു അന്ന് ബീഹാർ. എങ്കിൽ പോലും അവർ സർവാത്മന ഇതിന് സഹകരിക്കുകയുണ്ടായി. അതുമാത്രമല്ല, പാറ്റ്നയിലെ ഗവർണർ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാറ്റ്നയിലെ തൊഴിൽകാര്യമന്ത്രി, പാറ്റ്നയിലെ സാംസ്കാരിക മന്ത്രി ഇവരൊക്കെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്തു. കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര തൊഴിൽകാര്യമന്ത്രി, അതുപോലെ തന്നെ തൊഴിൽകാര്യ സെക്രട്ടറി, വിദേശകാര്യ ആലയത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ, പിന്നെ സൂസ് ഷെർപ്പ എന്ന് പറഞ്ഞാൽ ഷെർപ്പ, അദ്ദേഹവും അഭയ് ഠാക്കൂർ, അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറിയാണ്, അദ്ദേഹം അതിൽ പങ്കെടുത്തു. അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു വിജയമായിരുന്നു ആ സമ്മേളനം. അവിടെയും ഇതുപോലെ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവിടെ ഏറ്റവും ഊഷ്മളമായിട്ടുള്ള സ്വീകരണം ഇവർക്ക് നൽകുകയും 3 ദിവസത്തെ ആ പരിപാടിയിൽ വളരെ സന്തോഷത്തോടുകൂടി എല്ലാ രാജ്യങ്ങളിലെ ആൾക്കാരും പങ്കെടുക്കുകയും വളരെ നല്ല അനുഭവങ്ങളും കയറിക്കൊണ്ടാണ് അവർ തിരിച്ച് പോയത്. ഇന്നിപ്പോൾ അടുത്ത ബ്രിക്സ് സമ്മേളനം നടക്കുന്നത് ബ്രസീലിലാണ്. ആ ബ്രസീലിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ ഞങ്ങളെ അറിയിച്ചത് ഞങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഭാരതത്തിൽ നടന്ന പോലെ ഞങ്ങൾക്ക് എങ്ങനെ അവിടെ നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്രയും നല്ല പരിപാടിയായിട്ട് അത് നടന്നു.